അത് കാന്തപുരം വിഭാഗത്തോടുള്ള എതിർപ്പും യോജിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുസ്ലിം ലീഗും നാളിതുവരെ തുടർന്നു വന്നിട്ടുള്ള ധാർമ്മികപരമായ ചില ബന്ധങ്ങളുടെയും പരസ്പരമുള്ള ധാരണയുടെയും അടിസ്ഥാനത്തിൽ ആരോപിക്കുന്നത് ഗൗരവമുള്ള കാര്യങ്ങളാണ്. സരിത നടത്തിയ തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പാണ് കാന്തപുരം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു അന്വേഷണത്തിലൂടെ അല്ലാതെ ഈ തിരികേശ വിവാദത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് തെളിവുകൾ കണ്ടെത്താനാവുക? കാരണം ഇത് ചില ഹദീസുകളെയും ചില സനദുകളെയും അടിസ്ഥാനമാക്കിയാണ് കാന്തപുരം ഈ തിരികേശത്തിന്റെ യാഥാർത്ഥ്യം വാദിച്ച് സ്ഥാപിക്കുന്നത്. അതിനെതിരെ വാദിക്കുന്നവർക്കും ഇത്തരം ആരോപണങ്ങൾ തന്നെയാണുള്ളത്. ഒരു DNA ടെസ്റ്റിലൂടെ അല്ലാതെ മറ്റെന്ത് പോംവഴിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? ഇതിന് കൃത്യമായ അന്വേഷണം തന്നെയല്ലേ വേണ്ടത്? ബഹുമാനപ്പെട്ട നാസർ ഫൈസി നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ് ഇത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ നേതാക്കന്മാരും അതിനെ സംബന്ധിച്ച് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ആക്ഷേപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതൊന്നും പുതിയതല്ല. അതാണ് പോലീസ് ആദ്യം അന്വേഷിച്ചു, പിന്നെ രണ്ടാമത് ഡീറ്റെയിൽ എൻക്വയറി നടത്തി, ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തു. ഇനിയും ആവശ്യമായ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് കോടതിയിൽ പറഞ്ഞതൊക്കെ അത് തന്നെയാണ്. സംഗതി ഇത് നേരത്തെ തന്നെ ഇപ്പോൾ ഗൗരവമുള്ള സംഗതി എന്ന് പറഞ്ഞതല്ല, വളരെ കൂടുതൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധപ്പെടാത്തതായിരിക്കും. പുതിയൊരു സംഭവം പുതിയതായിട്ടില്ല. ശ്രീ മാനാജി, പുതിയതായ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ സോളാർ തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പ് അരങ്ങേറുന്നു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാരിന് അത് അന്വേഷിക്കേണ്ട ചുമതലയില്ലേ? പരാതിക്കാരൻ തെളിവുകൾ ഹാജരാക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സർക്കാരിന് സാധിക്കുമോ? അങ്ങനെ പരാതിക്കാരൻ തെളിവുകൾ ഹാജരാക്കട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ? അതല്ല സംഗതി. അത് പറഞ്ഞത് ഇപ്പോ അവർക്ക് കിട്ടിയ, ആഭ്യന്തര വകുപ്പിന് കിട്ടിയ വിവരങ്ങളൊക്കെ ഒരു അഫിഡവിറ്റായി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ തെളിവ് കിട്ടുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റ് അല്ലേ, അത് കൂടുതൽ പരിശോധന നടത്തേണ്ടി വരുമല്ലോ. അപ്പോ ഇത് ഒരു അഫിഡവിറ്റിലൊന്നും തീരുവല്ലോ. അപ്പൊ ഇപ്പോ കിട്ടിയ സംഗതികളാണ്, അത് വളരെ ഡീറ്റെയിൽ അന്വേഷിച്ച് കൊടുത്തതാണ്. ഇനിയും കൂടുതൽ തെളിവുകൾ കിട്ടുന്ന മുറക്ക് അത് സംബന്ധമായ വിവരങ്ങളും സമർപ്പിക്കും എന്നല്ലേ. അതിലെന്താ ഒരു പ്രത്യേകത ഉള്ളത്? അങ്ങനെ തന്നെയല്ലേ നീതിന്യായ സംവിധാനങ്ങൾ നടക്കുന്നത്. റൈറ്റ്. നാസർ ഫൈസി കൂടത്തായി, അതുപോലെ ഒരു നീതിന്യായ സംവിധാനം സ്വമേധയാ പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് സമസ്ത പ്രതീക്ഷിക്കുന്നുണ്ടോ? തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി തെളിവ് ആവശ്യമാണ് ഗവൺമെന്റിന് എങ്കിൽ അത് കോടതിയിലാണെങ്കിലും ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഭാഗത്തുള്ള തെളിവുകൾ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഇതിൽ നമ്മളൊക്കെ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്, ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് മീഡിയകൾ പോലും പല ഭാഗത്തും അത് മൂടി വെക്കുന്നു എന്നതാണ് വസ്തുത. 40 കോടിയുടെ പള്ളി നിർമ്മിക്കും മുടി സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നാടാകെ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും മുടിയിട്ട വെള്ളം വിൽപ്പന നടത്തിക്കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുകയും കോടികൾ സമ്പാദിക്കുകയും ചെയ്തിട്ട് ആ പള്ളി ഉണ്ടാക്കാൻ പോലുള്ള ശ്രമം പോലും നടത്താതെ തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് മറിയുന്ന കാന്തപുരം മറ്റു പല വിവാദങ്ങളും ഉണ്ടാക്കി ഈ പണം സൂക്ഷിച്ചു വെച്ച, തട്ടിപ്പ് നടത്തി സൂക്ഷിച്ചു വെച്ച ഈ പണം മറ്റു പല മേഖലകളിൽ ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയോ പള്ളി ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ഇവിടെ ആഭ്യന്തര വകുപ്പിനുണ്ട്, അതുപോലെ മീഡിയകൾക്കുണ്ട്. സമൂഹം മൊത്തം ഇത്തരം നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു അർബുദം കണക്കെയുള്ള അഴിമതിയും തട്ടിപ്പും ഇത് കാണാതെ പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കാന്തപുരം നാളിതുവരെ നടത്തിയിട്ടുള്ള സകലമാന തട്ടിപ്പുകളും അന്വേഷിക്കണം. കുറ്റിപ്പുറത്ത് നൂർ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ക്രസന്റ് സിമന്റ് ഫാക്ടറി നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, നിരവധി തട്ടിപ്പുകൾ ഇവിടെ സ്പഷ്ടമായി എല്ലാ മീഡിയകളും ചർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ആ തട്ടിപ്പുകളുടെ കൂടെ തന്നെ ഈ മുടിപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളവും തട്ടിപ്പിനെ സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്യണം. നാസർ ഫൈസി കൂടത്തായി, കാന്തപുരം എന്നത് ഒരു വ്യക്തി മാത്രമല്ല, അതൊരു വോട്ട് ബാങ്ക് കൂടിയാണ് എന്ന് താങ്കൾക്ക് അറിയാമെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വോട്ട് ബാങ്കിനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ അത്തരത്തിലൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെയൊക്കെ പ്രശ്നം രാഷ്ട്രീയപരമായിക്കൊണ്ട് വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുന്നു എന്നതാണ് സത്യം മൂടി വെക്കപ്പെടാൻ പ്രധാന കാരണമാകുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളവും വോട്ട് വളരെ പ്രധാനം തന്നെയാണ്. ആ പ്രാധാന്യത്തോടുകൂടി അവർ കാണുമ്പോൾ തന്നെ ഇത്തരം കള്ളന്മാരെ പിടിക്കാൻ രംഗത്ത് വരണം. സരിത ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ സരിതയ്ക്ക് പിറകെ പോകുമ്പോൾ
കാന്തപുരം എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെയും പിറകെ പോയിക്കൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരാനും തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മാൻഹാജി, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം, LDF-നാണെങ്കിലും UDF-നാണെങ്കിലും വോട്ട് ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പിണക്കിക്കൊണ്ടൊരു നിലപാട്, അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകാൻ UDF സർക്കാർ തൽക്കാലം ശ്രമിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു. തട്ടിപ്പ് അതുപോലെയുള്ള സംഗതികളെ സംബന്ധിച്ചൊന്നും രാഷ്ട്രീയമായ ജയപരാജയങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന ഒരു പതിവ് UDF-നില്ല. അതിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് പരിശോധിക്കുകയും അതിനെ സംബന്ധിച്ച് നിയമപരമായ നടപടി നിയമത്തിന്റെ വഴിക്ക് എന്നതാണ് UDF-ന്റെ ഇതുവരെയുള്ള നടപടികൾ. അതാണല്ലോ ഇപ്പോ ഒരു അഫിഡവിറ്റിൽ ഉണ്ടായ പാളിച്ചകൾ കൂടുതൽ അന്വേഷണം നടത്തി തിരുത്തി കൊടുത്തത്. ഇനിയും അന്വേഷണം നടത്തുന്ന മുറക്ക് അതിന്റെ വിവരങ്ങൾ കൊടുക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പോ അതില് വോട്ട് ബാങ്ക് അല്ല ഈ കാര്യത്തിൽ. ഇത്തരം സംഗതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമായി നീങ്ങണം എന്ന ഒരു അഭിപ്രായം തന്നെ. മാൻഹാജി, ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് UDF-ലെ പ്രമുഖ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മുസ്ലിം ലീഗ് നേതാക്കൾ, മന്ത്രിമാർ ഒക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോടൊപ്പം വേദി പങ്കിടുകയും നോളജ് സിറ്റിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കാളിയാവുകയും അവിടേക്ക് റോഡ് നിർമ്മിച്ചു നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. അല്ല, അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. അത് വേറെ ഒരു ചടങ്ങാണ്. ഇത് വേറെ ഒരു സംഗതിയെ സംബന്ധിച്ചുള്ള ആക്ഷേപമാണ്. അത് ഒന്നും അങ്ങനത്തെ ഒരവസ്ഥയൊന്നും നമ്മൾ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് ശരിയാണ്. തിരികെ എത്താൻ താങ്കളിലേക്ക്. ഇപ്പോൾ PT റഹീം MLA ചേരുന്നു. PT റഹീം, താങ്കൾ ഈ ചർച്ച കേട്ട് കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ സത്യവാങ്മൂലം തിരുത്തി നൽകിയിരിക്കുകയാണ് സർക്കാർ. എത്രമാത്രം സത്യസന്ധവും ആത്മാർത്ഥവുമാണ് പുതിയ നിലപാട് തിരികേശ വിവാദത്തിന്റെ കാര്യത്തിൽ UDF സർക്കാരിൻ്റെത്? വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതി ഇടപെടുന്നത് ശരിയല്ല. അത് സർക്കാരും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല. കാരണം ബാബരി മസ്ജിദിന്റെ കേസ് അലഹബാദ് ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ അതിന് 3 അവകാശികൾ ആക്കുകയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വിശ്വാസത്തിന്റെ പേരിൽ കേസിൽ ഉൾപ്പെടാത്ത 3ാം കക്ഷിക്ക് നൽകുകയും ചെയ്ത കോടതി വിധി വിമർശിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതി വിധി പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ഈ സത്യവാങ്മൂലം ശരിയായ ഒരു നടപടിയല്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നതോ കോടതി അത് പരിഗണിക്കുന്നതോ. PT റഹീം, ഇവിടെ തിരുകേശം പ്രവാചകന്റേത് ആണെങ്കിൽ ആ തിരുകേശത്തിന് അത്ഭുത സിദ്ധികളുണ്ട് എന്നൊരാൾക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത് പ്രവാചകന്റെ തിരുകേശം തന്നെയാണോ എന്ന കാര്യത്തിലാണ് സംശയം. അത് പ്രവാചകന്റേത് തന്നെയാണെങ്കിൽ അതിന് അത്ഭുത സിദ്ധികളുണ്ടെന്നും അതിന് രോഗശാന്തി നൽകാൻ കഴിയുമെന്നും ഒക്കെ ഒരാൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അതിൽ കോടതി ഇടപെടേണ്ടതില്ല. പക്ഷേ ഇവിടെ അറിയേണ്ട സത്യം ഇത് പ്രവാചകന്റേത് തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നാണ് സമസ്ത ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു തിരുകേശം ഇവിടെ മാത്രമല്ല ഉള്ളത്. കാശ്മീരിലെ ഹസ്രത്ത് ബാൽ പള്ളിയില്, ഡൽഹിയില്, അതുപോലെ തന്നെ മദ്രാസിയിലെ ദൈവബന്ധില് എല്ലാം ഈ പ്രവാചകന്റെ മുടി ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ടല്ല ആളുകൾ അത് വിശ്വസിക്കുന്നത്. ഓരോരുത്തർക്കുള്ള അവർ പറയുന്ന ആളുകളുടെ വിശ്വാസം അനുസരിച്ച് അവർ അതിനെ പ്രതികരിക്കുന്നു എന്നല്ലാതെ ഇതിനൊന്നും തന്നെ ഒരു തെളിവും ആർക്കും ഹാജരാക്കാൻ സാധിക്കില്ല. PT റഹീം, ഒരു കാര്യം കൂടി, ഈ പള്ളിയുടെ പേരിൽ, തിരുകേശത്തിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കും എന്ന് വാഗ്ദാനം ചെയ്ത് 40 കോടിയോളം രൂപ പിരിച്ചെടുത്തുവെന്നും അതിനുശേഷം പള്ളി നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നും ഇത് സോളാർ കേസിനേക്കാൾ വലിയ തട്ടിപ്പാണ് എന്നുമൊക്കെയാണ് സമസ്ത ആരോപിക്കുന്നത്. അത് ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പള്ളിക്ക് പണം പിരിച്ചിട്ടുണ്ട് എങ്കിൽ ആ പള്ളി ഉണ്ടാക്കണം. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതില് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതിന്റെ സർക്കാർ ഇപ്പോൾ പെർമിഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് പള്ളി ഉണ്ടാക്കാത്തത് എന്നാണ് മറുപക്ഷം പറയുന്നത്. ആ പള്ളി ഉണ്ടാക്കുമോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കൂ. ശ്രീ PT റഹീം, ഇന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പള്ളിക്ക് വേണ്ടി ആരും അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ടെലിവിഷനിൽ കണ്ടിരിക്കുന്നത് ഈ പള്ളിക്ക് ഇതുവരെ ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ്.
പള്ളി ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ മുൻകൂട്ടി അനുമതി വേണം എന്ന് 2005 ഇവിടെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളി ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വേണം. ആ അനുമതി അപേക്ഷിച്ചുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പള്ളി ഉണ്ടാക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ പി.ടി. റഹീം ദയവായി ലൈനിൽ തുടരുക. നാസർ ഫൈസി കൂടത്തായി, വിശ്വാസ കാര്യത്തെക്കുറിച്ച് പി.ടി. റഹീം നടത്തിയ പ്രസ്താവനയ്ക്ക് താങ്കൾക്കുള്ള മറുപടി പറയാം. അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ. പള്ളി നിർമ്മിക്കാൻ അനുമതി തേടിയിട്ടില്ല, ഇനി തേടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ് അതിന് അനുമതി കൊടുക്കുന്നില്ല എന്നാണ് റഹീം ഇവിടെ പറഞ്ഞത്. റഹീം സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് പള്ളിക്ക് വേണ്ടിയാണ് പിന്നെ തറക്കല്ലിട്ടത്? കോഴിക്കോട്ട് വലിയ ചടങ്ങിൽ വെച്ചുകൊണ്ട് തറക്കല്ലിട്ടു. പള്ളിക്ക് അനുമതി കിട്ടാതെയും സ്ഥലം നിശ്ചയിക്കാതെയും പള്ളിക്ക് വേണ്ടി തറക്കല്ലിടുന്നതിന് ഇസ്ലാമിക വിധി എന്താണ്? അതേ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യത ഉണ്ടാവേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒഴിഞ്ഞു കളയാൻ കഴിയുന്നതല്ല. എന്ത് വൃത്തികെട്ട കാര്യത്തെയും അന്ധമായി വിശ്വസിച്ച് അത് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് എന്ത് തട്ടിപ്പ് നടത്താൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും അർഹതല്ല. രാജ്യത്തെ ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബാബരി മസ്ജിദിന്റെ വിശ്വാസം പോലെയല്ല ഇത്. ഇവിടെ വിശ്വാസം വേറെ, തട്ടിപ്പ് വേറെ. കാന്തപുരത്തിന് വേണമെങ്കിൽ മുസ്ലിം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രൂപത്തിൽ ഹസ്രത്ത് ബാൽ പള്ളിയിലെ, കാശ്മീരിലെ ഹസ്രത്ത് ബാൽ പള്ളിയിലെ, അതുപോലെ തന്നെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ള തിരുശേഷിപ്പുകളെ, പ്രവാചകന്റെ കേശങ്ങളെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും അതുകൊണ്ട് പുണ്യം നേടുകയും ചെയ്യാം. അതിൽ ആർക്കും ഇവിടെ തർക്കമില്ല. പക്ഷേ കാന്തപുരം ഇവിടെ കൊണ്ടുവന്ന മുടി അത് പ്രവാചകന്റെ മുടിയാണ് എന്ന് സമർത്ഥിക്കേണ്ട ബാധ്യത കാന്തപുരത്തിനുണ്ട്. അതില്ലാത്ത കാലത്തോളം ഞാൻ കൊണ്ടുവന്നത് നിങ്ങളൊന്ന് വിശ്വസിച്ചോളണം എന്ന് പറയുന്ന മൗഢ്യമായ സമീപനം പ്രബുദ്ധ കേരളത്തോട് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഒരു കാര്യം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിവാദ കേശം കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ളവർ അത് ചോദ്യം ചെയ്യുന്നതിന്റെ സാങ്കത്യം ഒരു പ്രശ്നമല്ലേ? കാന്തപുരം കൊണ്ടുവന്നാലും കാന്തപുരത്തിന്റെ അണികൾക്കിടയിലും അത് ബോധ്യപ്പെടുത്തേണ്ട കടമയുണ്ട്. കാന്തപുരം സ്വന്തമായി വിശ്വസിക്കുകയല്ല, ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാന്തപുരത്തിന്റെ കൂടെയുള്ള അണികളാണെങ്കിൽ പോലും വിശ്വാസത്തെ ചൂഷണം ചെയ്യുമ്പോൾ അവരെ ബോധവൽക്കരിക്കാനുള്ള വിശ്വാസപരമായ കടമ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിന്റെ കീഴടങ്ങൾക്കുമുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ളവർ, അതുപോലെ തന്നെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പോലുള്ളവർ, സാംസ്കാരിക നായകന്മാർ ഒക്കെ തള്ളിക്കളഞ്ഞതാണ്. ഒരു മുസ്ലിം സംഘടന പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാന്തപുരത്തിന്റെ പ്രബലമായ നേതാവും അദ്ദേഹത്തിന്റെ സംസ്ഥാന SYSന്റെ പ്രസിഡന്റായ പൊന്മൾ അടക്കമുള്ള വീതം തള്ളിപ്പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ ചില സ്റ്റേജിലെ നാടകങ്ങൾ കാണിക്കുന്നതെന്നല്ലാതെ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവർ പോലും തള്ളിക്കളയാൻ. എല്ലാവർക്കും ഇത് മുടി വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ കാന്തപുരത്തിന് തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വാസത്തിന്റെ വിഷയമായി ലഘൂകരിച്ച് കളയാതെ ഇത് വളരെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. താങ്കളിലേക്ക് പി.ടി. റഹീം, വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതിയോ നിയമമോ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷ് മാധവനെ പോലുള്ളവർ ഇപ്പോൾ ജയിലിലാകുമായിരുന്നു. സന്തോഷ് മാധവൻ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അത് വിശ്വാസം. നേരെ മറിച്ച് ബാബരി മസ്ജിദിന്റെ മെഹ്റാബ് നിൽക്കുന്ന സ്ഥലം ജന്മസ്ഥലമാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടാണ് അതിലെ രണ്ട് കക്ഷികളുമല്ലാത്ത, വാദിയും പ്രതിയും അല്ലാത്ത ഒരാൾക്ക് ഒരു ഭാഗം ഹൈക്കോടതി കൊടുത്തത്. അതിനെ സംബന്ധിച്ച് ഈ ലോകം മുഴുവനും ആ കോടതിയിൽ തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം, വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ കാലമായി ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതി ഇടപെടാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ആണ് അലഹബാദ് ഹൈക്കോടതിയിൽ വിധി ലംഘിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹസ്രത്ത് ബാൽ പള്ളിയിലെ മുടി കളവ് പോയി. ആ കളവ് പോയതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും വലിയ പരാതിയും കോലാഹലവും ഉണ്ടാക്കി. ജമ്മു കാശ്മീരിൽ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. പിന്നീട് ആ മുടി കണ്ടെടുത്തു. ആ മുടിയാണ് കളവ് പോയ മുടി എന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു വിശ്വാസമാണ്. ആരും അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. റൈറ്റ്. MC മായൻ ഹാജിയിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ മായൻ ഹാജി, EK വിഭാഗവുമായി മുസ്ലിം ലീഗ് ചർച്ച നടത്തി ഒരു കരാറിൽ എത്തിയെന്നും അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തി നൽകിയത് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിൻ്റെ തുടരന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ മുസ്ലിം ലീഗ്